All of you good morning. Welcome to today's physics class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ടോപ്പിക്കിന് പറയുന്ന ഇക്വേഷൻസ് ഓഫ് മോഷന്റെ പൊസിഷൻ ടൈം ഗ്രാഫും എങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുന്നതും എന്നുള്ളതാണ്. അപ്പൊ ഗ്രാഫ് എന്താണെന്നും ഗ്രാഫ് എങ്ങനെ വരയ്ക്കുന്നതെന്നും നിങ്ങളത് മനസ്സിലാക്കി കാണുമെന്ന് കരുതുകയാണ്. ഞാൻ 2 ഗ്രാഫ് വരയ്ക്കാനായിട്ട് തന്നിരുന്നു, വരച്ച് കാണുമെന്നും വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്, പ്രവേഗ സമയ ഗ്രാഫ്. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇവിടെ ഞാനൊരു ടേബിൾ വരച്ചിട്ടുണ്ട്, ടൈമും വെലോസിറ്റിയും തന്നിട്ടുണ്ട്. നമുക്ക് ടൈം എല്ലാം ഞാൻ എന്താണ് 0, 2, 4, 6, 8, 10 എന്ന് പറയുന്ന സെക്കൻഡ്സിലും വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിലുമാണ്. വെലോസിറ്റി ഇവിടെ സെയിം ആണ് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ഗ്രാഫ് വരയ്ക്കുന്നത്. നമുക്കറിയാം XY ആക്സിസുകളാണ് എന്തിനുപയോഗിക്കുന്നത്, നമ്മള് ഒരു ഗ്രാഫിന് ഉപയോഗിക്കുന്നത്. എക്സും വൈയും ആക്സിസ്. നമ്മളിവിടെ X ആക്സിസിൽ എന്തെടുക്കുന്നു, X ആക്സിസിൽ നമ്മള് ടൈം കൊടുക്കുക. X ആക്സിസിൽ നമ്മള് ടൈം എടുക്കുന്നു, ടൈം ഇൻ സെക്കൻഡ്. ടൈം എടുക്കുന്ന മെഷർമെന്റ് എങ്ങനെയാണ് 0, 2, 4, 6, 8 എന്ന് പറയുന്ന 10 ഇനി നമ്മൾ എടുക്കുന്നു. വെലോസിറ്റി ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. എന്താണ് Y ആക്സിൽ നമ്മൾ എടുക്കുന്ന വെലോസിറ്റി ആണ്. വെലോസിറ്റിയുടെ മെഷർമെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, മീറ്റർ പെർ സെക്കൻഡിലാണ് നമ്മൾ എടുക്കുന്നത്. വെലോസിറ്റി നമ്മൾ 5, 10, 50, 20 എന്ന് പറയുന്ന അളവിൽ നമ്മൾ എടുക്കുകയാണ്. ഇത് ഇത്രയും ക്ലിയർ ആയെന്ന് കരുതുകയാണ്. ഈ ടേബിൾ വെച്ച് നമ്മൾ നോക്കുകയാണ്. 0ക്ക് നമ്മളിവിടെ എന്താണ്, 0ക്ക് മെഷർമെന്റ് എന്ന് പറയുന്ന വെലോസിറ്റി 10 ആണ്, 2ന് 10 ആണ്, 4ന് 10, 6ന് 10, 8ന് 10, 10ന് 10. ഇവിടെ നമുക്ക് ഇത്രയും ഡോട്ടുകൾ നമ്മൾ നമുക്ക് വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ. ഈ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് എന്തിന് പാരലായിട്ട് വന്നു, X ആക്സിസിന് പാരലായിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്കിവിടെ ലഭിച്ചത്. ക്ലിയർ ആയല്ലോ. X ആക്സിസിന് പാരലായിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനാണ് വെലോസിറ്റി ടൈം ഗ്രാഫിൽ ലഭിച്ചത്. ഇവിടെ നോക്കിക്കേ, നമുക്ക് എന്താണ് ഈ സ്ട്രെയിറ്റ് ലൈൻ ലഭിക്കാനുള്ള കാരണം എന്താണ്, വെലോസിറ്റി ഇവിടെ എടുത്തേക്കുന്ന എല്ലാം എന്താണ്, വെലോസിറ്റി യൂണിഫോമിലാണ്. വെലോസിറ്റി യൂണിഫോമിൽ വന്നപ്പോൾ നമ്മൾക്ക് കിട്ടിയ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്ന X ആക്സിന് പാരലായിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്ക് ലഭിച്ചത്. ക്ലിയർ ആയല്ലോ. നോക്കിക്കേ, നമുക്കൊരു പർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലിലുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കാണണം. വെലോസിറ്റി ടൈം ഗ്രാഫ് ഉപയോഗിച്ച് ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലിലുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടെത്തും. ഇവിടെ നോക്കി, ഈ പർട്ടിക്കുലർ ടൈം ഇന്റർവെൽ എന്ന് പറഞ്ഞ് ഞാൻ എടുക്കുകയാണ് 2 സെക്കൻഡ് തൊട്ട് 8 സെക്കൻഡ് വരെയുള്ള ടൈം ഇന്റർവെൽ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഈ ടൈം ഇന്റർവെൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിനെ ഞാനൊരു പെർപെൻഡിക്കുലർ വരച്ചാൽ എങ്ങനെയിരിക്കും, ഇത് ഇങ്ങനെയായിട്ട് മാറും. ഞാൻ പേര് കൊടുക്കുകയാണ് A, B, C, D എന്ന് പറയുന്ന ഒരു പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ക്ലിയർ ആവുന്നുണ്ടേ. 2 സെക്കൻഡ് തൊട്ട് 8 സെക്കൻഡ് വരെയുള്ള പോർഷനാണ് എടുത്തത്. അപ്പൊ അത് A, B, C, D എന്ന് ഞാൻ പേരും കൊടുത്തു. ഇതിന് പെർപെൻഡിക്കുലർ വരയ്ക്കുകയും അതിനെന്താണ് ABCD എന്ന് പറഞ്ഞ് പേര് കൊടുക്കുകയും ചെയ്തു. അപ്പൊ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഈ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എങ്ങനെ കണ്ടെത്താനായിട്ട് സാധിക്കും. നമുക്ക് അതിലുപരി നമുക്കറിയാം എന്താണ് വെലോസിറ്റി. എന്താണ് വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പഠിച്ചത്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്, വെലോസിറ്റിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്, വെലോസിറ്റി ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് എന്തെന്ന് പറയുന്നത്, വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് വെലോസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇവിടെ അപ്പൊ നമുക്ക് ഡിസ്പ്ലേസ്മെന്റിനെ നമുക്ക് എങ്ങനെ കണ്ടെത്താം, ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു എന്തെന്ന് കണ്ടെത്താനായിട്ട് പറ്റും, വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആവുന്നുണ്ടേ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റും, വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് എഴുതാനായിട്ട് പറ്റും. ഇവിടെ ഈ വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞ ഇവിടുത്തെ വെലോസിറ്റി എന്താണ്, വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് ABCDയുടെ വെലോസിറ്റി എന്ന് കണ്ടെത്തും. നമ്മൾ എങ്ങനെ കണ്ടെത്തും, ഇതിന്റെ ഏരിയ ആണ്. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്തെന്ന് നമുക്ക് കിട്ടും, ഏരിയ ഓഫ് ദി ഇത്രയും പാർട്ടിന്റെ ABCDയുടെ ഏരിയയാണ് എന്തെന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഏരിയ ഓഫ് ABCD, ആ ഏരിയ എന്താണ്, ഏരിയ എന്ന് പറയുന്നത് AB ഇൻറ്റു എന്താണ് AD ആണ്, ഇസ് ഈക്വൽ ടു AB ഇൻറ്റു
വെലോസിറ്റി എന്താണ്? എ ബി ആണ്. എ ബി ഇൻറ്റു ടൈം എന്താണ്? എ ഡി ആണ്. എ ബി ഇൻറ്റു എ ഡി എന്ന് പറയുന്നത് എന്താണ്? ഈ എ ബി ഇൻറ്റു എ ഡി എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് എ ബി സി ഡി ആണ്. ക്ലിയർ ആയോ? ഒരു പ്രവേഗ സമയ ഗ്രാഫിനകത്തുനിന്ന് ഒരു പർട്ടിക്കുലർ പോർഷന്റെ പർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ്, സ്ഥാനാന്തരമാണ് നമ്മൾ ഈ കണ്ടെത്തിയത്. ആ സ്ഥാനാന്തരം എന്ന് പറയുന്നത് എന്താണ്? ആ ഗ്രാഫിന് തൊട്ട് താഴെയുള്ള പോർഷന്റെ എന്ത് കണ്ടാ മതി? ഏരിയ കണ്ടാ മതി. ആ പോർഷന്റെ ഏരിയ കണ്ടെത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടുന്നു. ക്ലിയർ ആയോ? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി ഓഫ് ദ ടൈം ഇന്റർവെൽ ഓഫ് ദ ബോഡി ഈസ് ഈക്വൽ ടു ദി ഏരിയ ഓഫ് ദ പോർഷൻ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ്. ക്ലിയർ ആയോ? ഒരു പ്രവേഗ സമയ ഗ്രാഫില് എന്താണ്? ഒരു നിശ്ചിത ഇടവേളകൾക്കുള്ളിലെ സ്ഥാനാന്തരം കണ്ടെത്താന് ആ ലഭിക്കുന്ന ഗ്രാഫിന് തൊട്ട് താഴെയുള്ള പോർഷന്റെ ഭാഗത്തിന്റെ എന്ത് കണ്ടാൽ മതിയാകും? ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടാൽ മതിയാകും. ക്ലിയർ ആയോ? ഇവിടെ സ്ഥാനാന്തരം കാണുക എന്നുള്ളത് ഇത്രയും ഭാഗത്തെ ആ പർട്ടിക്കുലർ ഇന്റർവൽ ഓഫ് ടൈമിലുള്ള ആ സ്ഥാനത്തിന്റെ ഏരിയ കണ്ടെത്തിയാൽ മാത്രം മതിയാകും ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്താനായിട്ട്. ഏത് ഗ്രാഫില്? വെലോസിറ്റി ടൈം ഗ്രാഫില്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഈ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫില് ടൈം 1 2 3 4 5 എടുത്തേക്കുന്നു. വെലോസിറ്റി എന്ന് പറയുന്നത് 10 20 30 40 50 എടുത്തിരിക്കുന്നു. നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ ആയിട്ടുള്ള ഒരു എന്താണ് കിട്ടിയിരിക്കുന്നത്? ഒരു ഗ്രാഫാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് നമ്മള് ഒരു ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു ഡിസ്പ്ലേസ്മെന്റ് ഇതിനകത്ത് നിന്ന് ഈ ഗ്രാഫിൽ നിന്ന് എങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്താന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്താനായിട്ട് ഞാൻ എടുക്കുന്ന ടൈം ഇന്റർവൽ എന്ന് പറയുന്നത് 2 സെക്കൻഡ് തൊട്ട് 4 സെക്കൻഡ് വരെയുള്ള ടൈം ഇന്റർവൽ ആണ് എടുക്കുന്നത്. ഈ 2 സെക്കൻഡ് തൊട്ട് 4 സെക്കൻഡ് വരെയുള്ള പോർഷനിലെ ആ ടൈം ഇന്റർവലിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. 2ൽ നിന്നൊരു പെർപെൻഡിക്കുലർ വരച്ചു, 4ൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഇതിന് നമ്മളൊരു പേര് കൊടുത്താൽ നമ്മൾ പേര് കൊടുക്കുവാണ് PQ RS എന്ന് നമ്മൾ പേര് കൊടുത്തു. ക്ലിയർ ആയേ? ഇവിടെ 2 സെക്കൻഡ് തൊട്ട് 4 സെക്കൻഡ് വരെയുള്ള ടൈം ഇന്റർവെൽ ആണ് ഞാൻ എടുത്തത് ഡിസ്പ്ലേസ്മെന്റ് കാണാൻ വേണ്ടി. ആ ടൈം ഇന്റർവെല്ലില് 2 സെക്കൻഡിൽ നിന്ന് ഞാൻ ഒരു പെർപെൻഡിക്കുലർ ആ ഗ്രാഫിലോട്ട് തന്നെ വരച്ചു. 4 സെക്കൻഡിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഗ്രാഫിലോട്ട് തന്നെ വരച്ചു. ഞാൻ അത് നെയിമിംഗ് ചെയ്തു PQRS. ഇപ്പൊ നോക്കിക്കേ, ഇവിടെ നമുക്ക് ടൈം ഇന്റർവൽ കൊടുക്കണം. ഇപ്പൊ ഞാൻ ഇനിഷ്യൽ ടൈം കൊടുക്കുകയാണ് T1 എന്ന് കൊടുക്കുകയാണ്, ഫൈനൽ ടൈം T2 എന്ന് കൊടുക്കുകയാണ്. ഇനിഷ്യൽ ടൈം T1 ആണ്, ഫൈനൽ ടൈം T2 ആണ്. അപ്പൊ ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് T1 എന്ന് പറയുന്ന ഇനിഷ്യൽ ടൈം ആണെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്ന വെലോസിറ്റി ഗ്രാഫ് അല്ലേ, y ആക്സിസ് അല്ലേ? ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ PS ആയിരിക്കും ഇനിഷ്യൽ വെലോസിറ്റി. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? U എന്ന അക്ഷരം കൊണ്ട് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ T2 എന്താണ്? ഫൈനൽ ഇന്റർവൽ ഓഫ് ടൈം ആണ്. അപ്പം ഇവിടെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് എഴുതാം? QR എന്ന് എഴുതാം. ആ QR എന്തായിരിക്കും? ഫൈനൽ വെലോസിറ്റി ഏത് ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും? V എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ക്ലിയർ ആയോ? ഇവിടെ T1ഉം T2ഉം ടൈം ഇന്റർവെൽ ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനിഷ്യൽ ടൈമും ഫൈനൽ ടൈമും ആണ്. ആ ഇനിഷ്യൽ ടൈമിലെ വെലോസിറ്റി എന്ന് പറയുന്നത് PS ആണ്, U എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. T2 എന്ന് പറയുന്ന ഫൈനൽ വെലോസിറ്റി ആണ്, ഫൈനൽ വെലോസിറ്റിയെ QR ആണ് ഫൈനൽ വെലോസിറ്റി, അതിനെ നമ്മൾ V എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് നോട്ട് ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ നോക്കിക്കേ, ഇവിടെ ഞാൻ ഇതിനൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. എന്താണ് ഇവിടെ? ഞാൻ ഇതിന് A എന്ന് പേരും കൊടുക്കുകയാണ്. നോക്കിക്കേ, അപ്പൊ ഈ PA എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? PA എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിട്ട് വരും? SRന് ഈക്വൽ ആയിട്ട് വരും. PA ഈക്വൽ ടു SR. എന്തെന്ന് പറയുന്നത് എന്തെന്ന് നമുക്ക് എടുക്കാൻ പറ്റും? ഈ ടൈം അല്ലേ ഇത്? T എന്ന് പറയുന്നതല്ലേ ഈ PI എന്ന് പറയുന്നത് തന്നെയല്ലേ ഈ SR? അപ്പൊ ഇവിടെ നിന്ന് പറയുന്നത് എന്താണിത്? T ആയിട്ട് നമുക്ക് T2 മൈനസ് T1 എന്ന് പറയുന്ന T ആയിട്ട് നമുക്ക് ഇതിനെ എടുക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആവുന്നുണ്ടേ? ഇവിടെ നോക്കിക്കേ, PS is equal to
നമുക്ക് എന്തെന്ന് എഴുതാം? പി എസ് ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? നമുക്ക് പി എസ് എന്ന് പറയുന്ന വെലോസിറ്റിയെ നമുക്ക് എന്തെന്ന് എഴുതാം? എ ആർ എന്ന് എഴുതാം. പി എസ് ഇസ് ഈക്വൽ ടു എ ആർ. മനസ്സിലാക്കി പോകണേ. പി എസ് എന്ന് പറയുന്ന ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് ഇവിടെ എന്തെന്ന് എഴുതാം? എ ആർ എന്ന് പറയുന്ന ഫൈനൽ വെലോസിറ്റിയിൽ എഴുതാം. ക്ലിയർ ആയോ? പി എസ് ഇസ് ഈക്വൽ ടു എ ആർ. ഇവിടെ ഫൈനൽ വെലോസിറ്റി എ ക്യൂ കിടപ്പുണ്ട്. ഈ ക്യു ആർ എങ്ങനെ നമ്മൾ കണ്ടെത്തും ഇതിൽ നിന്ന്? ഈ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ എന്ത് തന്നെയാണ്? എ ആർ തന്നെയാണ്. ഈക്വൽ ടു എ ആർ ആണ്. ഇവിടെ ഈ ക്യു ആറിനെ നമുക്ക് എങ്ങനെ കണ്ടെത്താനായിട്ട് സാധിക്കും? ക്യു ആർ നമ്മൾ പറഞ്ഞു. ക്യു ആർ എന്താണ്? ഫൈനൽ വെലോസിറ്റി ആണ്. ഇതിൽ നിന്ന് നമുക്ക് എ ക്യൂവിനെ എങ്ങനെ കണ്ടെത്താൻ പറ്റി? ഇത് നമ്മൾ കണ്ടെത്തി. ഇതെന്ന് പറയുന്ന എ ആർ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു? പി എസ് തന്നെയാണെന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് ഈ ക്യു ആർ ഉണ്ട്. ക്യു ആറിൽ നമ്മൾ എ ക്യൂവിനെ നമ്മൾ എങ്ങനെ കണ്ടെത്തും? ക്യു ആറിൽ നിന്ന് നമ്മൾ എ ക്യൂവിനെ എങ്ങനെ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും? എന്ത് മൈനസ് ചെയ്താൽ മതി? ക്യു ആറിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? ഈ അറിയാവുന്ന എന്തുണ്ട്? എ ആർ മൈനസ് ചെയ്താൽ പോരെ. ക്യു ആറിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? എ ആർ മൈനസ് ചെയ്താൽ മതിയായിരിക്കും. ക്യു ആറിൽ നിന്ന് ഇതാണ്. ക്യു ആറിൽ നിന്ന് എ ആർ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എ ക്യൂ കിട്ടും. ക്ലിയർ ആയോ? മനസ്സിലാക്കണേ. ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ടെത്തിയത് എന്താണ്? എ ക്യൂ കണ്ടെത്താൻ നോക്കണം. എ ക്യൂ എന്ന് പറയുന്ന ഏത് ട്രയാങ്കിൾ ആണ്? ഈ എ പി ക്യൂ എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ്. എ പി ക്യൂ എന്ന് പറയുന്ന ട്രയാങ്കിളിൽ നിന്നാണ് എ പി ക്യൂ എന്ന് പറയുന്ന ട്രയാങ്കിളിൽ നിന്നാണ് എ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? എ ക്യൂവിനെ നമുക്ക് എങ്ങനെ കണ്ടെത്താനായിട്ട് പറ്റും? ക്യു ആർ മൈനസ് എ ആർ എന്ന് ലഭിക്കാനായിട്ട് സാധിക്കും. ഈ എ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഈ വെലോസിറ്റി അല്ലേ? എ ക്യൂ എന്ന് പറയുന്ന വെലോസിറ്റി ആണ്. അപ്പൊ ഇവിടെ ടൈം എന്തെന്ന് കിട്ടും നമുക്ക്? എ പി നമുക്ക് ടൈം ആയിട്ട് എടുത്തൂടെ? എ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ആണ്. ഇതെന്താണ്? എ പി എന്ന് പറയുന്നത് എന്താണ്? ടൈം ആണ്. എ പി എന്ന് പറയുന്നത് നമുക്കിവിടെ ടൈം ഇന്റർവെൽ ആയിട്ടും എടുക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? ഇവിടെ നോക്കിക്കേ. ആക്സലറേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആക്സലറേഷൻ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു എ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ആക്സലറേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്താണെന്ന് നമുക്കറിയാം. എന്താണ് ചേഞ്ച് ഇൻ വെലോസിറ്റി? ഈ ട്രയാങ്കിൾ എ പി ക്യൂവിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? എ ക്യൂ ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്താണ്? എ ക്യൂ ആണ്. എ ക്യൂ ബൈ ടൈം എന്താണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്? എ പി ആണ്. ക്ലിയർ ആയേ? ഇപ്പൊ എ ക്യൂവിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ചേഞ്ച് ഇൻ വെലോസിറ്റിയെ എ ക്യൂവിനെ നമുക്ക് എങ്ങനെ കണ്ടെത്താം? ക്യു ആർ മൈനസ് എ ആർ എന്ന് എഴുതാം. ക്യു ആർ മൈനസ് എ ആർ ഡിവൈഡഡ് ബൈ എന്താണ്? ഈ എ പിക്ക് പകരം നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? ആർ എസ് അല്ലെങ്കിൽ എസ് ആർ എന്ന് എഴുതിക്കൂടെ? എ പി എ സമം എ പിക്ക് പകരം നമുക്ക് എന്തെന്ന് എഴുതാം? ആർ എസ് എന്ന് എഴുതിക്കൂടെ? എ പി തന്നെയല്ലേ ഇവിടെ ആർ എസ് എന്ന് പറയുന്ന ടൈമും. നമ്മളിവിടെ ആർ എസ് എഴുതുകയാണ്. എ പി ഇസ് ഈക്വൽ ടു എസ് ആർ അല്ലെങ്കിൽ പി എ ഇസ് ഈക്വൽ ടു എന്തെന്ന് കൊടുത്തിട്ടുണ്ട്? എസ് ആർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം എ പി ഇസ് ഈക്വൽ ടു ആർ എസ് എന്ന് കിട്ടും. അപ്പൊ ക്യു ആർ മൈനസ് എ ആർ നമുക്ക് അതിനെ എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? ശ്രദ്ധിക്കണേ. ക്യു ആർ മൈനസ് എ ആർ. ക്യു ആറിനെ ഞാൻ ഇവിടെ എങ്ങനെ എഴുതിയിട്ടുണ്ട്? ക്യു ആർ ഇസ് ഈക്വൽ ടു എന്തെന്ന് കൊടുത്തിട്ടുണ്ട്? ആക്സലറേഷൻ എ ഇസ് ഈക്വൽ ടു ക്യു ആറിനെ ഞാൻ എന്തെന്ന് കൊടുത്തിട്ടുണ്ട്? വി എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. വി എന്ന് വെച്ചാൽ എന്താണ്? ഫൈനൽ വെലോസിറ്റി ആണ്. എ ആർ എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി. എ ആർ എന്ത്? എ ആർ എന്ന് പറയുന്നത് എന്താണ്? എ ആർ ഇനിഷ്യൽ വെലോസിറ്റി ആണ്. എ ആർ എന്ന് പി എസിന് ഈക്വൽ ആണ്. പി എസ് എന്ന് പറയുന്നത് എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി ആണ്. അപ്പൊ പി എസ് ഇസ് ഈക്വൽ ടു എ ആർ ആണ്. എ ആർ എന്ന് പറയുന്നത് എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി യു ആണ്. അപ്പം എന്തെന്ന് എഴുതാം? ഇവിടെ വി മൈനസ് യു എന്ന് എഴുതാം. മനസ്സിലാക്കണം. ഇവിടെ ക്യു ആർ ഇസ് ഈക്വൽ ടു ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഫൈനൽ വെലോസിറ്റി വി എന്ന് കൊടുത്തിട്ടുണ്ട്. ക്യു ആർ എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി ആണ്. എ ആർ ഏതാണ്? എ ആർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ വെലോസിറ്റി തന്നെയാണ്. പി എസിന് ഈക്വൽ ആണ്. പി എസ് ഇസ് ഈക്വൽ ടു എ ആർ ആണ്. പി എസ് എന്ന് പറയുന്നത് എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി ആണ്. അപ്പൊ ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി ആണ്. ടൈം എന്ന് പറയുന്ന ആർ എസ് എന്ന് പറയുന്ന ടൈം ആണ്. T2 മൈനസ് T1 എന്ന് പറയുമ്പോൾ T കിട്ടും ടൈം. ക്ലിയർ ആയി? നമുക്ക് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്താൽ എങ്ങനെ എഴുതാം?
AT is equal to V minus U എന്ന് എഴുതാം. V യെ നമ്മൾ ഇനി ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ എങ്ങനെ എഴുതാൻ പറ്റും? V is equal to U plus AT എന്ന് എഴുതാം. This is the first equation of motion. അല്ലെങ്കിൽ എന്താണ്? വെലോസിറ്റി ടൈം റിലേഷൻ ആണ് എന്ന് പറയുന്നത്. വെലോസിറ്റി ടൈം റിലേഷൻ ആണ് V is equal to U plus AT. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് എന്താണ്? V is equal to U plus AT. ക്ലിയർ ആയല്ലോ? ഒന്നുകൂടി ഞാൻ പറയാം. ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് ഇവിടെ കണ്ടെത്തിയത്. ചേഞ്ച് ഇൻ വെലോസിറ്റി ആക്സലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമിനെ നമ്മൾ എന്തെടുത്തു? ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ എന്താണ് ഈ APQ എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ വെലോസിറ്റി നമ്മൾ കണ്ടെത്തിയപ്പോഴാണ് നമുക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടെത്താനായിട്ട് സാധിച്ചത്. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് A is equal to ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, AT is equal to V minus U, V is equal to U plus AT എഴുതാം. This is the relation of velocity time relation ആണ്. This is known as first equation of motion. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് വെലോസിറ്റി ടൈമായിട്ട് റിലേറ്റഡ് ആയിരുന്നു. വെലോസിറ്റി ടൈം റിലേഷൻ പഠിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാഫ് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടെത്തി. അതിൽ നിന്ന് നമുക്ക് ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്, ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്നും നമ്മൾ പഠിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ലാസ്റ്റ് പഠിച്ചു നിർത്തി എന്താണ്? ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ, ഒന്നാം ചലന സമവാക്യമാണ് പഠിച്ചു നിർത്തിയത്. ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? വെലോസിറ്റിയും ടൈമുമായിട്ട് റിലേറ്റഡ് ആണ്. വെലോസിറ്റി ടൈം റിലേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് എന്താണ്? V is equal to U plus AT ആണ്. ഇവിടെ വരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇതാണ്. ഇത് നന്നായിട്ടൊന്ന് നിങ്ങൾ ഈ പിക്ചർ ഒന്ന് വരച്ചിട്ട് നോട്ട്ബുക്കിൽ ഒന്ന് വരച്ചിട്ട് നിങ്ങൾ തന്നെത്താൻ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ തനിയെ ഇതൊന്ന് ബുക്കിലോട്ടൊന്ന് എഴുതാനായിട്ട് തനിയെ എഴുതാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലായെന്ന് കരുതുകയാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.